പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ പുറത്തിറക്കിയ 4-ാം തരത്തിലെ കേരള പാഠാവലി മലയാള പുസ്തകത്തിൽ സ്വന്തം കഥ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കയ്പമംഗലം മൂന്നുപീടിക സ്വദേശി SM ജീവൻ. ഏഴു വർഷം മുൻപ് ഒരു ശസ്ത്രക്രിയയുടെ അനന്തരഫലമായി സ്പൈനൽ കോഡിനുണ്ടായ തകരാർ മൂലം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൂന്നുപീടിക സ്വദേശി ജീവന് കഥയെഴുത്ത് പ്രാണവായു പോലെയാണ്. 2 പതിറ്റാണ്ട് നീണ്ട ഈ യുവാവിന്റെ കഥയെഴുത്തിനുള്ള അംഗീകാരം കൂടിയാണിത്. മാസങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ മാസികയായ യുറീക്കയിൽ എഴുതിയ കഥയാണ് സമകാലിക പ്രസക്തി മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലയാള പാഠാവലിയിലേക്ക് തിരഞ്ഞെടുത്തത്. യുദ്ധത്തിനെതിരെയുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ കഥ വരുന്നത് ഒരു ഇല്ലസ്ട്രേറ്റഡ് കഥ എന്നുള്ള രീതിയിലാണ്. യുദ്ധത്തിനെതിരെയുള്ള കഥ എന്നുള്ള രീതിയിൽ ഇത് എടുക്കപ്പെടുകയും ഇല്ലസ്ട്രേഷനൊക്കെ മാറ്റിക്കൊണ്ട് പാഠപുസ്തക സമിതി വേറെ പുതിയ ഇല്ലസ്ട്രേഷനിൽ കൂടെ അത് നിർവഹിക്കുകയാണ് ഉണ്ടായത്. ആ കഥ യുറീക്കയിൽ കുട്ടികൾ വായിച്ചിഷ്ടമായ കഥയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എടുക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടാണ്. യുദ്ധം അത്ര നല്ലതല്ല എന്ന ശീർഷകത്തിലുള്ള കഥ ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുന്ന കുട്ടിയുടെ ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പെരിഞ്ഞനം ശാഖയിലെ ക്ലർക്കായ ജീവൻ യുറീക്കയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ്. പുസ്തകങ്ങളോട് കൂട്ടുകൂടി എഴുത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ജീവൻ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. TCV കയ്പമംഗലം.